നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ പാക് യോംബിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസിന്റെ ഹൈപ്പർ നൈഫ് എന്ന് പറയുന്ന ഒരു ഡ്രാമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. മാർച്ച് 19 അത് റിലീസ് ആയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡ്രാമേന്റെ ട്രെയിലർ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് മതിയല്ലോ നമുക്ക് ഡ്രാമ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഒന്നും തന്നെ വീഡിയോസ് ഞാൻ കാണാൻ എൻ്റെ അടുത്തേക്ക് വന്നാൽ പോലും ഞാൻ കണ്ടില്ല. കാരണം അത് സ്പോയിലർ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഒറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. സർജറി, ബ്രെയിൻ സർജറി. 수술도 아닌 것 같은데 이런 환경에서 사실상 불가능한 수술이죠. 국내에선 저희 교수님 정도가 성공하셨던 케이스고요. 네. 이 길을 다 지나서 끝에 가면 누군가의 범죄이 있지. 누군지 아세요? 당연히 알죠. 예전에 그 친구? 넌 평생 네가 그렇게 죽고 못 사는 그 수술방에 못 들어가게 될 거야. 하면 내가 하는 게 당연히 낫지. 근데 내가 나를 수술할 수 없잖아. 신경 하나만 잘못 건드리면 네 자존심의 수술 미스. 보면 볼수록 닮았어요. 살짝 미친 것까지. 한심한 새끼, 사람이나 죽이고. 선생님이 그러셨잖아요. 선생님이랑 저랑 닮았다고요. 저분들 그만 괴롭히시죠. 지금도 충분합니다. 제가 수술방에서 하고 있는 모든 거 내가 가르쳤고 내가 키웠어. 제 선생님이 죽었으면 좋겠어요. അമ്മേ, ഈ ഒരു ആക്ട്രസ് രക്ഷയില്ല അല്ലെ. എന്തോരം എന്ത് നല്ല ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു ആക്ട്രസ് ആക്ട് ചെയ്യുന്നത്. ഷോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എക്സ്ട്രോർഡിനറി ആന്റോണി വു, അതിലടക്കം മെയിൻ പറയുകയാണെങ്കിലുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ആക്ട്രസ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം ഹൈലൈറ്റ് ഈ ഒരു ആക്ട്രസിന്റെ ക്യാരക്ടറിനായിരിക്കും. ദൈവമേ, ഇത് കാണുമ്പോ ഇതെന്തായാലും കണ്ടേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് സൈക്കോ ആണോ ഇനി നോർമൽ ആണോ ഇവളെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു ഡ്രാമയ്ക്ക് ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ രണ്ട് ഡോക്ടേഴ്സ് തമ്മിലുള്ള എന്തോ ഏറ്റുമുട്ടലാണ് കേട്ടോ സർജറിയിൽ. എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ ഭയങ്കര ശത്രുതയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഈ ഡ്രാമ കണ്ടേ പറ്റുമല്ലേ. നിങ്ങൾ ഈ ഡ്രാമ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കണം ഈ ഡ്രാമ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. എന്തായാലും ഭയങ്കര ഹൈപ്പാണ് ഈ ഒരു ട്രെയിലറിന് തന്നെ ഉള്ളത് കേട്ടോ. അപ്പോ ഓരോ എപ്പിസോഡ്സും എങ്ങനെ ഉണ്ടാവുമായിരിക്കും അല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്നൊന്നും കൂടി ജസ്റ്റ് കമന്റ് ചെയ്തേക്കണേ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.